ഹായ് ഗൈസ്, ജോണോവിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിനു തോമസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജയറാമിൻ്റെയും അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെയൊക്കെ പുതിയൊരു മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അച്ചയൻസ് എന്നാണ് ആ മൂവിയുടെ പേര്. അപ്പം അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ട്രെയിലർ കണ്ടതിന് ശേഷം അതിൻ്റെ റിയാക്ഷൻസും അതിൻ്റെ റിവ്യൂസും ഒക്കെ ആയിട്ട് വരാം. നമുക്ക് നോക്കാം. പ്രകാശ് രാജിനെയാണല്ലോ ആദ്യം കാണിച്ചത്. CK പത്മകുമാർ. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുതിയൊരു സ്ഥലത്തേക്ക്, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്. ചുറ്റും പോലീസ് ആവശ്യ, നമ്മൾ പെട്ടു. നടക്കില്ല, ഞാനിവിടെ ഉള്ളപ്പോ ഇത് നടത്തിക്കില്ല. ഫാദർ ജോസ് കിരി ആക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ലതായിട്ട്. ഫാദർ ഗിൽബർട്ട് ഹീറോയിസം കാണിക്കാനുള്ള പ്ലേസ്. ഇവിടുത്തെ ഹീറോ ഞാൻ. ധർമ്മജനുണ്ട്. ഞാനിവരെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു കണ്ണാടുത്ത് പെരുമാറിയ റൊമാൻസ് ഒക്കെ ഉണ്ടല്ലോ. പ്രേമം ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നാ നമസ്കാരം ചെല്ലിയോ? ഫ്രൂട്ട്സ് കഴിച്ച അപ്പ ചൊല്ലി. ഇതിന് മാത്രം ഫ്രൂട്ട്സ് കഴിക്കാൻ നീയൊക്കെ എന്നെ പ്രസവിച്ച് കിടക്കണോ ഇവിടെ? ഞാനും എന്റെ ആളും, അല്ലാതെ 40 പേരുന്നില്ലല്ലോ. നമ്മള് ഇവരുന്ന കപ്പലുണ്ടാക്കണം. എത്ര നേരം മോനെ തകർക്കണം. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചല്ലോ, എന്നിട്ട് അവരെന്നെ ചതിച്ചു കളഞ്ഞല്ലോ. റോയിച്ച് ഇമോഷൻസ് ഒക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത്. എല്ലാത്തിനും കൂട്ടുകാരനല്ലേ, ഇവനെ കൂടെ കൂട്ടിക്കോ. ഇവളെയും കണ്ടുമുട്ടി അന്ന് രാത്രി സംഭവിച്ചത് മറ്റൊന്നാ. അച്ചയൻസിന്റെ ടീസർ കണ്ടു. ഒരു മസാല എന്റർടൈനർ ആണെന്ന് തോന്നുന്നു. ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോമഡി ഉണ്ട്, അതുപോലെ റൊമാൻസ്, ചീറ്റിങ് ഒക്കെയാണെന്ന് തോന്നുന്നു കാര്യങ്ങൾ, കഥകളിലേക്ക് പോകുന്നത്. അമല പോലെ ഒരു ബോൾഡ് ആൻഡ് ഗ്രേ ഷെയ്ഡ്സ് ക്യാരക്ടർ ചെയ്യുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചിലപ്പോൾ ട്വിസ്റ്റൊക്കെ ആയിരിക്കും, ചിലപ്പം ട്രെയിലറിൻ്റെ അകത്ത് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും, ചിലപ്പോൾ അതുമായിട്ടൊരു ബന്ധവും കാണിയാലായിരിക്കും. എന്തായാലും നല്ലൊരു സിനിമയാണെന്ന് തോന്നുന്നു. മസാല ടൈപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കണ്ണൻ താമരക്കുളമാണ്. കണ്ണൻ താമരക്കുളം ഇതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിങ്കൾ മുതൽ വെള്ളി വരെ, അതുപോലെ തന്നെ ആടുപുലിയാട്ടമൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. അത് നല്ല മൂവിയായിരുന്നു. രണ്ടും വലിയ കുഴപ്പമില്ലാതെ. ആടുപുലിയാട്ടം അത്ര സക്സസ്ഫുൾ അല്ലെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ അത്യാവശ്യം ഓടിയ പടമാണ്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സച്ചി സേതുവിലെ സേതുവാണ്. സേതുവിൻ്റെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് മല്ലു സിംഗും കസിൻസൊക്കെയാണ്. ഇപ്പോൾ കസിൻസിൻ്റെ ഒരു ഷെയ്ഡ് ഇതിന് കാണുന്നുണ്ട്. കാരണം ഒരു ടൂർ പോകുന്നു, അതുപോലെ ഇടയ്ക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ ഒരു വേറൊരു സിറ്റുവേഷൻസിലേക്ക് ഇവർ പെടുന്നു. അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ആൾക്കാർ അത് വേറൊരു സീരിയസ് ഇഷ്യൂ വരുമ്പോൾ അവരെങ്ങനെ അത് ഫേസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും സിനിമ ഉദ്ദേശിക്കുന്നത്. പിന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് ജയറാമുണ്ട്, ശിവതയുണ്ട്, അതുപോലെ തന്നെ അനു സിത്താര, പ്രകാശ് രാജ്, അമല പോൾ, ഉണ്ണിമുകുന്ദൻ, ആദിൽ ഇബ്രാഹിം, സഞ്ജു, ശിവറാം, ഇവരെല്ലാവരുമാണ് ഇതിനകത്ത് അഭിനയിക്കുന്നവർ. അപ്പം ഒരു വലിയ കാസ്റ്റ് തന്നെയാണ്. നല്ല ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ഇപ്പം ട്രെയിലർ കണ്ടിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ സിനിമ എടുത്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ പ്രദീപ് നായരാണ്. പ്രദീപ് നായറിൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ലതാണ് ഇതിൻ്റെ അത്. അതുപോലെ മ്യൂസിക് രതീഷ് വേഗയാണ്. രതീഷ് വേഗയുടെ മ്യൂസിക്കും ഇതിനു മുമ്പ് ഇറങ്ങിയ ഉണ്ണിമുകുന്ദൻ പാടിയ പാട്ടും എല്ലാം നല്ല ഹിറ്റുകളായിരുന്നു. അപ്പോൾ ഒരു ഹിറ്റാകാൻ വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഈ സിനിമ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം സ്റ്റോറിയും അതുപോലെ തന്നെ സിനിമയുടെ പോക്കും എങ്ങനെയാണെന്ന് ഉള്ള പോലെ ഇരിക്കും ഇതിൻ്റെ വിജയമൊക്കെ. പിന്നെ ഇത് കോമഡി ത്രില്ലറിലാണ് ഈ സിനിമയുടെ ജേണർ വരുന്നത്. അതും കസിൻസും ഏകദേശം അതുപോലെ ആ സെയിം ജേണറായിരുന്നു. അപ്പം ഇത് കസിൻസിനേക്കാളും ബെറ്റർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കസിൻസ് ആദ്യം കോമഡിയിൽ തുടങ്ങി, പിന്നെ സീരിയസ് ആയെങ്കിലും അത് അത്ര ഒരു അങ്ങ് ഏറ്റില്ല. ആൾക്കാർക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടുന്നില്ല. മിക്സഡ് റിവ്യൂസ് ആയിരുന്നു, ആവറേജ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാണ് കസിൻസിൻ്റെ വന്നത്. കസിൻസ് അത്ര വലിയ ഹിറ്റൊന്നും അല്ല, ഒത്തിരിയും കാശ് മുടക്കി പിടിച്ച പടമായിരുന്നു ആ സമയത്ത്.
അപ്പം അതിൻ്റെ ഗതി ഇതിന് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ പടം ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററായി തീരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ ബൈ.